അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വേശ്യയെ സ്വപ്നം കണ്ടാൽ അതിൻ്റെ വ്യാഖ്യാനം എന്തായിരിക്കും? വേശ്യയെ സ്വപ്നം കണ്ടാൽ അവനിക്ക് അറിയപ്പെട്ട വേശ്യയെ സ്വപ്നം കണ്ടാലൊക്കെ വ്യാഖ്യാനങ്ങൾ അങ്ങനെ മാറും കേട്ടോ. വേശ്യ എന്ന് പറയുമ്പോൾ വ്യഭിചാരിയായൊരു പെണ്ണിനെ സ്വപ്നം കണ്ടാൽ, അവനിക്ക് പരിചയമുള്ള വ്യഭിചാരിയായ പെണ്ണാണെങ്കിൽ അവളെ സ്വപ്നം കണ്ടാൽ എന്തൊക്കെയാണ് അതിൻ്റെ വ്യാഖ്യാനം എന്നാണ് ഇവിടെ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ സ്വപ്നം മോശമായ ഒരു സ്വപ്നമാണെങ്കിലും അതിൻ്റെ വ്യാഖ്യാനം നല്ലൊരു വ്യാഖ്യാനം തന്നെയാണ്. നല്ല വ്യാഖ്യാനമുണ്ട്, അതുപോലെ തന്നെ മോശമായ വ്യാഖ്യാനം. നമ്മൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞല്ലോ. ഒന്ന്, വ്യഭിചാരിയെ സ്വപ്നം കണ്ടാൽ, അറിയപ്പെട്ട വ്യഭിചാരിയെ സ്വപ്നം കണ്ടാൽ, അതിന് രണ്ടിനും രണ്ട് വ്യാഖ്യാനങ്ങളാണ്. അതിലൊന്ന് നല്ല വ്യാഖ്യാനമാണ്, ഒന്ന് മോശമായൊരു വ്യാഖ്യാനമാണ്. അപ്പോൾ എന്തായിരിക്കും ഇതിനെ കുറിച്ചിട്ട് മഹാനായ നാബൽസി എന്നവരോടത്തെ കിതാബിൽ പറയുന്നത്? മഹാനവരവർ പറയുന്നു, ഒരാൾ വ്യഭിചാരം സ്വപ്നം കണ്ടാൽ അതിൻ്റെ വ്യാഖ്യാനം വഞ്ചന എന്നാണ്. അവൻ ആരെങ്കിലും വഞ്ചിക്കും. ഇനി വ്യഭിചാരിയെയാണ് കാണുന്നതെങ്കിൽ, മുകൾ പറഞ്ഞ വ്യഭിചാരം കേട്ടോ, ആദ്യം പറഞ്ഞത് വ്യഭിചാരാണ്, പിന്നെ വ്യഭിചാരിയെ കുറിച്ചാണ് പറയുന്നത്, പിന്നെ വ്യഭിചാരി അറിയപ്പെട്ടവളാണെങ്കിൽ അവളെ കുറിച്ചാണ് പറയുന്നത്. ആദ്യം പറഞ്ഞു വ്യഭിചാരം സ്വപ്നം കാണുന്നതാണെങ്കിൽ അതിൻ്റെ വ്യാഖ്യാനം വഞ്ചന എന്നും, ഇനി വ്യഭിചാരിയെയാണ് സ്വപ്നം കാണുന്നതെങ്കിൽ അതിൻ്റെ വ്യാഖ്യാനം ഖൈർ എന്നാണ്, നല്ലതാണ്. വ്യഭിചാരിയെ സ്വപ്നം കാണുകയാണെങ്കിൽ. പിന്നെ അറിയപ്പെട്ട വ്യഭിചാരിയാണെങ്കിലോ അതിൻ്റെ വ്യാഖ്യാനം ഒരുപാട് ഖൈർ എന്നാണ്. മനസ്സിലായി? അപ്പോൾ വ്യഭിചാരിയെ സ്വപ്നം കണ്ടാൽ ഖൈർ എന്നും, അറിയപ്പെട്ട വ്യഭിചാരിയാണ്, എനിക്ക് അറിയുന്ന വ്യഭിചാരിയെയാണ് സ്വപ്നം കണ്ടാൽ അതിൻ്റെ വ്യാഖ്യാനം ഒരുപാട് ഖൈർ ഉണ്ട് എന്നുമാണ്. വ്യഭിചാരം മാത്രമാണ് സ്വപ്നം കണ്ടത്, വ്യഭിചാരിയെ കണ്ടിട്ടില്ല, വ്യഭിചാരം സ്വപ്നം കണ്ടു. അപ്പം അങ്ങനെയാകുമ്പോൾ അതിൻ്റെ വ്യാഖ്യാനം വഞ്ചന എന്നുമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസ് ലഭിക്കാനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. അള്ളാഹു അതിന് തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.